ലൈംഗികാരോപണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടും നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. മറ്റു പല MLAമാരും സമാനമായ കേസുകളിൽ പെട്ടിട്ടും അവരുടെ സ്ഥാനം, അത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ള MLAമാർ ആ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ വെറും ചില ആരോപണങ്ങളുടെ പേരിൽ, ആക്ഷേപങ്ങളുടെ പേരിൽ പോലീസിൽ പരാതി സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം വയ്ക്കണം എന്നാവശ്യപ്പെടുന്നത് ഇരട്ടത്താപ്പല്ലേ സാർ? ഇവിടെയാണ് നമ്മുടെ എല്ലാം ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. ഈ പറഞ്ഞ കൂട്ടത്തിൽ മുകേഷിൻ്റെ പേരുണ്ട്. മുകേഷിൻ്റെ പേരിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുകയും സമരം ചെയ്യുകയും ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ. നമ്മൾ കണ്ടതാണ്. അതെ, പ്രക്ഷോഭങ്ങൾ നടത്തി, അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ പോലും പ്രക്ഷോഭം നടത്തി. നമുക്കത് മറക്കാറായിട്ടില്ലല്ലോ. ഷോർട്ട് മെമ്മറി തന്നെ അതുണ്ട്. അപ്പോൾ നിങ്ങൾ അന്ന് ആവേശകരമായിട്ട് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് എന്തു വില? ബലൂണിലെ കാറ്റിൻ്റെ വില മാത്രമേ ഉള്ളൂ. കാറ്റ് പോയി കഴിഞ്ഞാൽ ബലൂൺ ഇല്ല എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണോ കോൺഗ്രസ്? ഈ ചോദ്യമാണ് ഇവിടെ വരുന്നത്. നിങ്ങളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ തന്നെ തുടരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ വിൻസെൻ്റ്, അതുപോലെ എൽദോസ് കുന്നപ്പള്ളി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ MLAമാരെ. എന്തുകൊണ്ട് നിങ്ങൾ അവരെ രാജിവെപ്പിച്ചില്ല? അത് നിങ്ങൾ ആ ചോദ്യം ജനങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ എടുക്കേണ്ട നടപടിയായിരുന്നു അത്. നിങ്ങൾ പ്രക്ഷോഭവും നടത്തിയില്ല. അതിൽ നിങ്ങളുടെ തെറ്റ്. ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ പോപ്പുലാരിറ്റി ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കുമോ അതോ കുറയ്ക്കുമോ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടതല്ലാത്ത ചില കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പരമാധികാരികളെന്ന് പറയുന്ന ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളിവിടുത്തെ നിശബ്ദ ഭൂരിപക്ഷമാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നു. ഈ രാഹുൽ എന്ന് പറഞ്ഞ മറ്റേ രാഹുലും ഞങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് വേറൊരു തരത്തിൽ. പക്ഷെ നിങ്ങളുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. എങ്ങനെ? ഞാനൊരു പാലക്കാട്ടെ പ്രജയാണെന്ന് വയ്ക്കുക. എനിക്കൊരു മകളുണ്ട്. അവൾക്ക് MLAയോട് പറയാൻ ഒരു പരാതിയുണ്ട്. ആ പരാതി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ വന്ന സംസ്ഥാനമായിട്ടാണല്ലോ കേരളം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടി വരും. ആ വാട്സപ്പിൽ കൂടി വരുന്ന ചാറ്റുകൾ ഏത് നിലവാരത്തിലുള്ളതായിരിക്കുമെന്നുള്ളൊരു ആശങ്ക അച്ഛനെന്ന നിലയിൽ എനിക്കുണ്ടാവും വന്നിരിക്കുന്ന പരാതികളുടെ വെളിച്ചത്തിൽ. എപ്പോൾ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധനാണ് എന്ന് അദ്ദേഹമോ നിങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ട, അദ്ദേഹത്തെ അവിടെ MLA ആക്കിയ നിങ്ങളുടെ പാർട്ടിയോ ആ അഗ്നിശുദ്ധി തെളിയിക്കുന്നത് വരെ. ഇത് ഞാൻ മാത്രമല്ല, പാലക്കാട്ടെ എത്ര ലക്ഷമാരുടെ വോട്ടർമാരുടെ എണ്ണമെന്നറിയോ? ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വോട്ടർമാരുടെ മുമ്പിലുള്ള ചോദ്യം സമസ്യയാണ്. പാർട്ടിക്കാർക്ക് ഇതുണ്ടാവരുതില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ എങ്ങനെയാ മണ്ഡലത്തിൽ എൻ്റെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പറ്റാത്ത ഒരു MLA ആണെങ്കിൽ യുവർ ആക്സസിബിലിറ്റി ഈസ് ലിമിറ്റഡ്. ദാറ്റ് മീൻസ് യു ആർ MLA ഓഫ് എ വെരി ഫ്യൂ പീപ്പിൾ, സീനിയർ സിറ്റിസൺസ് ഓൺലി. എങ്ങനെ അറിയാൻ പറ്റും? ഗോവിന്ദച്ചാമിയെ പോലൊരു ആളാണ് എന്ന് ആണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളത് ഏൽക്കുകയാണ്. നിങ്ങൾ ഏൽക്കുന്നതിൻ്റെ സംഭാഷണ വരികളാണ് ഞങ്ങൾ കേട്ടത്. സാർ, കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തന്നെ ഒരു സംസാരമുണ്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ കഴിവ് തെളിയിച്ചത് കൊണ്ട് തന്നെ വലിയ സ്ഥാനമാനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരാളിന് നൽകിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ MLA സ്ഥാനം, മത്സരിക്കാൻ സീറ്റ് ഒക്കെ പാർട്ടി കൊടുത്തതാണ്. പാർട്ടിയുടെ പ്രയത്നം കൊണ്ടാണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ആ ആള് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല, ജനങ്ങളോടുള്ള കടമ നിർവഹിച്ചില്ല, പാർട്ടിയോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ ശബ്ദം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ഒരു പക്ഷേ നടന്നേക്കും എന്ന് സംഭവിച്ചേക്കും എന്ന് നമുക്ക് കരുതാം. രാജി ധാർമ്മികമായിട്ട് പാലക്കാട്ടെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിനപ്പുറം ആവശ്യപ്പെടും. കാരണം ഇങ്ങനെ ക്യാരക്ടർ ഇല്ലാത്ത ഒരാളിൻ്റെ പാർട്ടിക്കുള്ളിലും അങ്ങനെ തന്നെയാണ്. ഈ ക്യാരക്ടർ അങ്ങിപ്പോൾ ഉദ്ദേശിച്ച പറഞ്ഞ വാക്കാണ്. ക്യാരക്ടർ ഇല്ലാത്ത ഒരാളിനെ ചുമക്കേണ്ട കാര്യമുണ്ടോ?
അതവിടുത്തെ ഈ ഗ്രൂപ്പിസമായിരിക്കും. ഞാനതിന് അതീതമായിട്ട് പറയുകയാണ്. ക്യാരക്ടർ ഇല്ലാത്ത ഒരാളെ പിഴപ്പിച്ച പെണ്ണിൻ്റെ ഗർഭം അലസിപ്പിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരാൾ, സ്നേഹം പോലും ഇല്ല അയാൾക്ക്. ആ പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനോട്, ഞാൻ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ കരുതൽ, അതിനെ നശിപ്പിച്ച് കളയാൻ കാര്യമില്ല. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു തന്തയായിരിക്കും ഇയാൾ വിവാഹം കഴിച്ചാൽ? സ്വന്തം കുഞ്ഞിനെ, സ്വന്തം ബീജത്തിനെ ഉൾക്കൊള്ളാൻ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവില്ലാത്ത ഒരു തന്ത. അത് രാഹുൽ മാങ്കട്ടത്തിൽ, അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, ഏത് തന്തയായാലും അവനെ വിശ്വസിക്കാൻ കൊള്ളാത്ത തന്തയാണ്. സ്ത്രീയുടെ മാത്രമല്ലല്ലോ, ഇത് രണ്ടുപേരും കൂടെ പങ്കാളികളാവുമ്പോഴാണല്ലോ കുഞ്ഞിൻ്റെ പിറവി അല്ലെങ്കിൽ ഗർഭം ഉണ്ടാവുന്നത്. അത് ഡിസോൺ ചെയ്യുന്ന, അത് അല്ലെങ്കിൽ എൻ്റേതല്ല എന്നയാൾ പറയണം. എൻ്റേതാണെങ്കിൽ അത് നശിപ്പിച്ച് കളാം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും, ഒരു കുഴപ്പമില്ല, മരുന്നങ്ങ് വാങ്ങിച്ച് കഴിച്ചാൽ മതി, ഡോക്ടറുടെ സാന്നിധ്യം വേണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. കൊച്ചിനെ കൊല്ലാനുള്ള പരിപാടികൾ, ഈ ഗർഭം അലസിക്കുന്ന മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കും. മരുമക്കളെ കൊല്ലുന്ന അമ്മായിമാരുടെ കഥ പറയുന്ന പോലെ നാട്ടിലൊരു MLA അറിയപ്പെടുന്ന. അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഭരണാധികാരി തൻ്റെ പ്രജകളെ, തൻ്റെ രാജ്യത്തെ, തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർമാരെ, തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരെ, തൻ്റെ പ്രജകളെ മക്കളെ പോലെ കാണണം എന്നാണ്. ഒരു അച്ഛൻ എങ്ങനെയാണോ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെ ഭരണാധികാരി സംരക്ഷിക്കേണ്ട. അങ്ങനെയല്ല. ഒരു പെറ്റമ്മ തൻ്റെ മക്കളെ എങ്ങനെ കാണുന്നു, ഒരു പെറ്റമ്മ എങ്ങനെ കാണുന്നു, ആ നാഭീനാള ബന്ധമാണ് വേണ്ടതെന്നാണ് ഭാരതീയ രാജധർമ്മം. അറിയാമോ? ഒരു കഥ വായിച്ചിട്ടോ, ഏത് രാജാവായിക്കോട്ടെ, കഥയിലാണെങ്കിലും കഥ പറയുന്നുണ്ട് ധർമ്മം എന്തെന്ന്. ഒരു രാജാവിന് ഇങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആനപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ രജക സ്ത്രീയെ കണ്ടു, അതിസുന്ദരിയായിട്ടുള്ള ഒരു രജക സ്ത്രീ. ആ രജക സ്ത്രീയോട് ഇയാൾക്ക് മോഹം തോന്നി, അഭിനിവേശം തോന്നി. അപ്പോൾ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇയാൾക്ക് തോന്നി, രാജഗുരുക്കന്മാരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീയോട് എനിക്കിത് കണ്ടപ്പോൾ ഒരു അനുഭൂതി ഉണ്ടായി, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് സന്യാസിമാരായിട്ടുള്ള ഋഷിതുല്യന്മാരായിട്ടുള്ള ആ രാജഗുരുക്കന്മാർ പറഞ്ഞത്, അങ്ങ് തീയിൽ ചാടി ആത്മഹത്യ ചെയ്യണം, അതാണ് രാജധർമ്മം. അപ്പോൾ തീയൊക്കെ കൂട്ടി രാജഗുരുക്കന്മാരെ രാജഗുരുക്കന്മാരുടെ കുറ്റബോധം തോന്നിയിട്ട് ആ തീയുടെ മുമ്പിലേക്ക് ചെന്നു. ചാടാൻ തയ്യാറായി കാലെടുത്ത് വെച്ചതും സന്യാസിമാർ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളുരുകി ആ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തോന്നിയല്ലോ, ആ പശ്ചാത്താപം, അതാണ് പ്രായശ്ചിത്തം, അതാണ് പശ്ചാത്താപം, പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കഥ അതാണ്. ഭാരതീയ അത്രത്തോളം പോകണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മഹാത്മാഗാന്ധിയുടെ പോലും ആ ഖാദി വസ്ത്രത്തെ ഉപേക്ഷിച്ച് ബ്രാൻഡഡ് ഷർട്ടുകളിട്ട് വലിയ സുന്ദര കുട്ടപ്പനായിട്ട് നടക്കുന്ന, എപ്പോഴും ചുണ്ടിൽ കോളിനോസ്റ്റിരിയുമായിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. അതൊക്കെ താങ്കളുടെ സ്വകാര്യതയാണ്. പക്ഷേ ഇന്നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് പരാതി ഉണ്ടാകുമ്പോൾ എൻ്റെ പെൺകുട്ടിയുടെ സുരക്ഷ, അവളുടെ അതിൽ എൻ്റെ അച്ഛനെന്നുള്ള നിലയിൽ ജാഗ്രത പുലർത്തുവാൻ ഞാൻ നിർബദ്ധനായിത്തീരുന്നു. അമ്മയ്ക്കായാലും ഇത് തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത്, MLA എന്ന് പറയുന്നത് ഒരു നാടിന് ബാധ്യതയാവാൻ പാടില്ലാത്തതുകൊണ്ടും. സർ, അങ്ങനെ അങ്ങ് പറഞ്ഞതനുസരിച്ച് രാഹുൽ സ്വമേധയാ രാജിവെക്കേണ്ടതാണ്. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. ഇവിടെ സർക്കാരിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലേ? സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു സ്വമേധയാ പോലീസിന് കേസെടുക്കുകയോ, ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരാതി കിട്ടാൻ കാത്തിരിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ നടപടിയിലേക്ക് കടക്കുകയാണോ ചെയ്യേണ്ടത്? മുകേഷിനെ രാജിവെപ്പിക്കാത്ത അവർക്ക് എന്ത് ധാർമ്മികമായിട്ടുള്ള ന്യായം കൊണ്ട് പറയാൻ? ഒന്നുമില്ല. അതാണ് സംഭവം. അതുകൊണ്ട് അവർ മൗനമായിട്ടിരിക്കുകയാണ്. അത് സ്വയം കോൺഗ്രസ്, അതായത് നീ എൻ്റെ മുതുകു ചൊറിഞ്ഞതാ, ഞാൻ നിന്റെ മുതുകു ചൊറിഞ്ഞു തരാം. അല്ല, അവരുടെ സ്ട്രാറ്റജി വേറെയാണ്. സ്വയം നീറി ഇല്ലാതാവട്ടെ എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരുന്നാൽ MLA സ്ഥാനം, പാർട്ടിക്കകത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ച ആർക്കും പ്രശ്നമല്ല. പക്ഷേ MLA സ്ഥാനം രാജിവെക്കാതിരിക്കുന്നത് പൊളിറ്റിക്കൽ ഗെയിനാണ് ആർക്ക്? CPM-ന്, തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ബലിയാടായി ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഹീറോ ആകും, അല്ലെങ്കിൽ കോൺഗ്രസ് ഹീറോയാകും. അതാണ് സ്വയം നശിക്കട്ടെ എന്നുള്ള ഒരു തന്ത്രമാണ് LDF പയറ്റുന്നത്.